السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഖുർആനിലെ അവസാനത്തെ ജുസ്ആയ ജുസ്ഉ അമ്മ എന്നറിയപ്പെടുന്ന 30-ാമത്തെ ജുസ് ആണ് നമ്മൾ ഖുർആനിൽ നിന്നും പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിലെ 2 സൂറത്തുകൾ, സൂറത്തുൻ നബഉം സൂറത്തുൻ നാസിഅത്തും നമ്മൾ വിശദീകരണ സഹിതം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത് സൂറത്തു അബസ എന്നറിയപ്പെടുന്ന അബസ വതവല്ല എന്ന ആയത്ത് കൊണ്ടാരംഭിക്കുന്ന സൂറത്താണ്. ഈ സൂറത്തും മക്കിയായ സൂറത്താണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പായി മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ആയത്തുകളാണ്, ഒരു സൂറത്താണ് ഈ സൂറത്ത്. അങ്ങനെയുള്ളതിനാണല്ലോ സൂറത്തു മക്കിയ എന്ന് പറയുന്നത്. മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ഈ 10 ആയത്തുകളിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറിയൊരു ഗുണദോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദീൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും മക്കയിലെ പ്രമുഖരായ ചില നേതാക്കൾ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ നേതാക്കൾ, പ്രമുഖർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരെ കണ്ടുകൊണ്ട് ആ ഗോത്രത്തിലുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുമെന്ന വലിയൊരു മസ്ലഹത്ത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അന്ധനായ സഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അർഷിദിനി, എനിക്ക് ശരിയായ വഴി പറഞ്ഞു തരണം എന്ന രൂപത്തിൽ, അല്ലിംനി, എന്നെ പഠിപ്പിച്ചു തരണം എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം അവിടെ വെച്ച് പറയാൻ തുടങ്ങിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വളരെ ഗൗരവത്തിൽ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹത്തിനത് അറിയുന്നില്ല. അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചൊളിച്ചുകൊണ്ട് മുഖം അല്പം വിവർണമാകുകയും ചെയ്തു. അദ്ദേഹത്തിന് മറ്റൊരു സമയത്ത് ഇത് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ, ഇപ്പോൾ ഞാനൊരു പ്രമുഖരായ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ, അവർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ വലിയ മസ്ലഹത്തുണ്ടല്ലോ എന്നെല്ലാം എന്നുള്ള ചിന്തയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് ഇദ്ദേഹത്തെ തൽക്കാലത്തേക്ക് പരിഗണിക്കാതിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല ഖുർആനിലെ സൂറത്തു അബസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്തിൽ അതിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും.
ആയത്തുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തഫ്സീർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ശരിയായ രീതി ഒന്നത് ശരിക്കും ഓതാൻ പഠിക്കണം. അതിൻ്റെ വഴി ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ നല്ല ഖിറാഅത്ത് കേൾക്കുക, അപ്പോൾ നമുക്ക് അത് ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഓതാൻ പറ്റും. രണ്ടാമത് അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓരോ വാക്കുകളും ഏകദേശം ഒരു തഫ്സീർ ക്ലാസ്സിനിരുന്നിട്ട് ഒരു ആശയം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഖൈർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോ വാക്കായിട്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഓതുന്ന സമയത്തൊക്കെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും ആ അർത്ഥം നമുക്ക് ഓർമ്മ വരും. നമുക്ക് തന്നെ പാരായണം ചെയ്യുന്ന സമയത്ത് അത് വലിയ ഉപകരിക്കും. പെട്ടെന്ന് ഹിഫ്ളാക്കാനും മനഃപ്പാടമാക്കാനും അത് ഉപകരിക്കും. അതുകൊണ്ട് എഴുതി പഠിക്കുക എന്നുള്ളത് പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബസ വതവല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു അബസ വതവല്ല. രണ്ട് ക്രിയകളാണ് അവിടെ പറഞ്ഞത്. അബസ അദ്ദേഹം മുഖം ചുളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വ തവല്ല അതുപോലെ തന്നെ അദ്ദേഹം തിരിഞ്ഞുകളഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നാം പറഞ്ഞു എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങേയറ്റം തൽപരനാണ് ആളുകൾക്ക് ഹിദായത്ത് കിട്ടണമെന്നുള്ളത്. ഇപ്പം മക്കയിലെ പ്രമുഖരായ മുശ്രിക്കുകൾ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, സാധുക്കളായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുമല്ലോ എന്നുള്ള അതീവ താല്പര്യം കാരണത്താൽ അവിടുന്ന് ഇങ്ങനെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ദഅവത്ത് നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നില്ല ഇവർ യഥാർത്ഥത്തിൽ ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനോ ഇസ്ലാമിനോട് വലിയ താല്പര്യത്തിനോ ഇരിക്കുന്നതല്ല, മറിച്ച് അഹങ്കാരികളാണ്. അല്ലാഹു തആല അത് പറയുന്നുണ്ട്. അവർക്ക് സത്യം ഗ്രഹിക്കാനൊന്നും വലിയ താല്പര്യമില്ല. അവർ അഹങ്കാരികളായി മുത്തക്കബ്ബിറുകളായി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? അന്ധനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അദ്ദേഹം അർഷിദിനി അല്ലിംനി, എന്നെ പഠിപ്പിച്ചു തരണം, എനിക്ക് ശരിക്കുള്ള വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവിടെ മുറിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിഗണിക്കാതെ നേരത്തെ ഉണ്ടായിരുന്ന സംഭാഷണത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ എതിർക്കുകയാണ്. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അബസ അദ്ദേഹം മുഖം ചൊളിച്ചു, വതവല്ല അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിയത്? പണ്ഡിതന്മാർ പറഞ്ഞു അബസ്ത നീ മുഖം ചൊളിച്ചു, വതവല്ലൈത നീ തിരിഞ്ഞു എന്ന് മുഖാത്തബിനോട് അഭിസംബോധിതനോട് പറയുന്ന രൂപത്തിലല്ല പറഞ്ഞത്, മറിച്ച് ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തുന്നത്. കാരണം ആരെയാണ് തിരുത്തുന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയാണ് ആര്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ അടിമയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്ന, അള്ളാഹുവിന് ഏറ്റവും സ്നേഹിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പാലിക്കുന്ന, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും ബഹുദൂരം പിറകിൽ നിൽക്കുന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതല്ലാതെ മറ്റൊരാളല്ല. അള്ളാഹു തആല തിരുത്തുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മൃദുലമായ രീതിയിലാണ്. അദ്ദേഹം മുഖം ചൊളിച്ചു, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു എന്നാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതിൽ വലിയ ഫായിദയുണ്ട്. നമ്മൾ ഒരാളോട് തിരുത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും വേണ്ടപ്പെട്ട ആളുകളാണ് എങ്കിൽ വളരെയധികം പരിഗണിച്ചു കൊണ്ട് വേണം നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട്. വേണ്ടപ്പെട്ട ആളുകളാകുമ്പോൾ പരിഗണിക്കണം കൂടുതൽ, കാരണം നല്ല ബന്ധം നിലനിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരിൽ ഒരു തെറ്റ് വരുന്ന സമയത്ത് നേർക്ക് നേരെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ മുഖത്തടിച്ചുകൊണ്ടുള്ള സംസാരം എന്നൊക്കെ പറയും നമ്മൾ, ആ രൂപത്തിലായി പോകാൻ പാടില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫലവത്തായി ഉപയോഗിക്കേണ്ടത് ഈ ഒരു നിർദ്ദേശം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനിടയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ബന്ധം ആർക്കാണ്? ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടുമാണ്. ഏറ്റവും കൂടുതൽ ബന്ധവും ഏറ്റവും കൂടുതൽ അടുപ്പവും ഒക്കെ ഉണ്ടാകേണ്ടത് അവർ തമ്മിലാണ്. അതുകൊണ്ട് അവരിൽ ഒരാൾക്ക്, പ്രത്യേകിച്ചും ഭാര്യക്കായിരിക്കും, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അബദ്ധങ്ങൾ അവരിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം അത് നമുക്ക് മാതൃക ഉണ്ട്, അത് വേറെയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉപയോഗിച്ച ആ അദബിൻ്റെ അഭിസംബോധന അത് നമുക്ക് പാഠമാക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അബസ വതവല്ല, താങ്കൾ എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം മുഖം ചുളിച്ചു, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല
അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുഖംതിരിഞ്ഞ് കളഞ്ഞത് ഒരു അഹങ്കാരത്തോടു കൂടി, അല്ലെ, ചില ദരിദ്രരെ പരിഗണിക്കാത്ത പണക്കാരായ ആളുകളുണ്ടാകും. അവരുടെ സദസ്സുകളിലേക്ക് ഒരു ദരിദ്രൻ വരുന്നത് ഇഷ്ടപ്പെടാതെ കിബറോടുകൂടി ആട്ടി അകറ്റുന്ന ആളുകളുണ്ടാകും. ആ നിലക്ക് അല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഹങ്കാരത്തോടു കൂടി അകറ്റിയതൊന്നുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇസ്ലാം ഇവർ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ സ്വന്തമായ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടല്ല. സ്വന്തത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഈ പണക്കാരുടെ നിന്ന് കിട്ടും, അതുകൊണ്ട് പാവങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഈ ധനികരായ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് വലിയ മുതൽക്കൂട്ടാകും. കാരണം ഇവരെ കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അല്ലാതെ സ്വന്തമായ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടി പണക്കാരെ കൂട്ടി ഇരുത്തിയതല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അബസ വതവല്ല, അല്ലാഹു തആല പറയുന്നു, അദ്ദേഹം മുഖം ചൊളിച്ചു, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് തിരിഞ്ഞു കളഞ്ഞത്? ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, അൻജാഅഹുൽ അഅ്മ, അദ്ദേഹത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. അൻജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു, അൽ അഅ്മ, അന്ധനായ ആൾ. ആരാണ് ആൾ? നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. മുഫസ്സിറുകൾക്ക് ഇജ്മാ ഉള്ള പേരാണത്. മുഫസ്സിറുകൾ ഒന്നടങ്കം അത് അദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരാണ് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ മക്കയിലെ നേതാക്കൾ? പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ അത് അബ്ബാസ് ബിൻ മുത്തലിബാണ്, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വേറെ ചിലർ അത് അബൂജഹലാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത്തബത്ത് ബിൻ റബീഅയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് വന്നത് അവിടെ ദരിദ്രനായ സഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്, ആ അന്ധനായ ആ സഹാബി താങ്കളുടെ അടുക്കൽ വന്നതിനാൽ താങ്കൾ ഇതാ മുഖം ചൊളിച്ചു, താങ്കൾ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുകയാണ്, താങ്കൾക്ക് എന്തറിയാം നബിയെ? നബിയെ താങ്കൾക്ക് എന്തറിയാം? വമാ യുദ്രീക, താങ്കൾക്ക് എന്താണ് അറിയുക? ലഅല്ലഹു, ലഅല്ലഹു, ഹു എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുന്നത് അന്ധനായ സഹാബിയാണ്. ലഅല്ലഹു, ആ അന്ധനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മക്തൂം യസ്സക്ക, ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. അദ്ദേഹം ഒരു പരിശുദ്ധി ആഗ്രഹിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം താങ്കൾ നേർക്കുനേരെ അദ്ദേഹത്തിന് നസീഹത്ത് കൊടുത്താൽ, ഇസ്ലാമിൻ്റെ മര്യാദകളൊക്കെ പറഞ്ഞു കൊടുത്താൽ, അദ്ദേഹം പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. താങ്കൾക്ക് എന്തറിയാം? എന്തിനാണ് അദ്ദേഹത്തെ പരിഗണിക്കാതെ മുഖം ചൊളിച്ച് കളഞ്ഞത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. ഈ വ്യക്തി താങ്കളുടെ ഉപദേശം സ്വീകരിക്കുകയും അയാൾക്കത് ഉപകാരപ്പെടും. ഫതൻഫഅഹു അദ്ദിക്റ, ഫതൻഫഅഹു, അദ്ദേഹത്തിന് നഫ്ഉ ഉണ്ടാകും, ഉപകാരമുണ്ടാകും. അദ്ദിക്റ, താങ്കൾ നൽകുന്ന ഉപദേശം അദ്ദേഹത്തിന് ഉപകാരമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹാല് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ശരിക്കും വേഗം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ല ഭയപ്പാടുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, കേട്ടാൽ ഉടനെ സ്വീകരിക്കുന്ന, തിരിഞ്ഞു കളയാത്തൊരു മനുഷ്യനാണ്. താങ്കൾക്ക് എന്തറിയാം? അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ. എന്നിട്ട് എതിർവിഭാഗത്തുണ്ടായിരുന്ന മക്കയിലെ പ്രധാനികളായ ആളുകളുടെ നിലപാട്, അവരേത് നിലക്കാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ മനിസ്തഗ്ന, സ്വയം പര്യാപ്ത നടിച്ച ആളുകളുണ്ടല്ലോ, അഥവാ താങ്കളെ വലിയ ആവശ്യമൊന്നും അവർക്കില്ല, താങ്കളുടെ ദീനും അവർക്ക് വലിയ ആവശ്യമില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ അഹങ്കരിക്കുന്ന ആളുകളാണ്. താങ്കൾ പറയുന്നതിലേക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലുമില്ല, താങ്കളോടൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. താങ്കൾ പറയുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നത് പോലുമില്ല, അല്ലേ? ഒരാൾക്ക് ഒന്നും ചോദിച്ചൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പറയുന്നതെങ്കിലും കേൾക്കണം. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണ് അവരാണ് താങ്കളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ ഫഅൻത ലഹു തസദ്ദ, താങ്കൾ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. ആരുടെ നേരെ? ഈ മക്കയിലുള്ള നേതാക്കളുടെ നേരെ. ഫഅൻത ലഹു തസദ്ദ, ആ നേതാക്കളുടെ നേരെയാണ് താങ്കൾ പക്ഷെ ശ്രദ്ധ തിരിച്ചത്. യഥാർത്ഥത്തിൽ അവർ ദീൻ പഠിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും വന്നവരല്ല. മനിസ്തഗ്ന എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കെൻ്റെ ദുനിയാവുണ്ട്, എനിക്കെൻ്റെ കാര്യം അറിയാം, നാളെ എന്ത് സംഭവിക്കുമെന്നൊക്കെ എനിക്കറിയാമെന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ആളുകളിൽപ്പെട്ടവരാണ്. അവരെ താങ്കൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ ഈ ഭാഗത്തു നിന്നും ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഖായിദകൾ, രണ്ട് അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ നിന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത്? അവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഉപകാരം, ഒരു മസ്ലഹത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് കിട്ടുന്ന ഉപകാരത്തെ മാറ്റി നിർത്തുകയാണ്. അതിനെ നമ്മൾ ഖായിദയായി പറയും അൽ മസ്ലഹത്തുൽ ആമ്മ മുഖദ്ദമത്തുൻ അലൽ മസ്ലഹത്തുൽ ഖാസ്സ. ഒരു പൊതുവായ ഒരു ആവശ്യമാണ് എപ്പോഴും ഒരു പ്രത്യേക വ്യക്തിക്ക് കിട്ടുന്ന ആവശ്യത്തിനേക്കാളും പരിഗണിക്കുക. ഇപ്പം ഏതുപോലെ, ഇപ്പം എനിക്കൊരു മണിക്കൂർ സമയമുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കൊരു മണിക്കൂർ സമയമുണ്ട്. അപ്പം എന്നോട് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ഒരു മണിക്കൂർ പഠിപ്പിച്ചു തരുമോ, ഞാൻ ഫീസൊക്കെ തരാം, ഒരാൾ വന്ന് പറയാണ്. പക്ഷെ ഇപ്പുറത്ത് എൻ്റെ അടുത്ത് പറയാണ് ഒരു 10, 20, 30 ആളുകൾ, ഇവരെല്ലാവരും പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണ്. അപ്പം ഞാൻ ആരെയാണ് പരിഗണിക്കുക? ഈ ഒരു വ്യക്തിയെയാണോ അതല്ല ഈ 30 ആൾക്കാരെയാണോ? ഈ 30 ആൾക്കാരെയാണ് പരിഗണിക്കുന്നത്. കാരണം ഇത് മസ്ലഹത്തുൻ ആമ്മയാണ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പുറത്തുള്ളത്. ഇപ്പുറം ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വ്യക്തിയെ പരിഗണിക്കാതെ ഒരുപാട് ആളുകളെ പരിഗണിച്ചത് എന്നാണ്. പക്ഷെ അവിടെ വേറൊരു ഖായിദ കൂടിയുണ്ട്. ആ ഖായിദ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവി അറിയുകയില്ല, എന്താണ് സംഭവിക്കുക എന്ന് അറിയുകയില്ല. ആ ഖായിദ ഇപ്രകാരമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അന്നൽ മസ്ലഹത്തുൽ മഅലൂമ ഔലാ മിനൽ മസ്ലഹത്തുൽ മർജൂവ. നമുക്ക് ഉറപ്പുള്ള ഒരു മസ്ലഹത്ത്, ഉറപ്പുള്ള ഒരു ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കാളും പരിഗണിക്കേണ്ടത്. കാരണം ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് ഉപദേശം കൊടുത്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്, അങ്ങനെയുള്ള നല്ല മനുഷ്യനാണ്. എന്നാൽ ഈ പറയുന്ന മക്കയിലുള്ള പ്രധാനികളായ ആളുകൾ അത് അൽ മസ്ലഹത്തുൽ മർജൂവയാണ്, നമുക്ക് പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ അൽ മസ്ലഹത്തുൽ മൗഹൂമ, സാധ്യതയുണ്ട് എന്ന് പറയാവുന്ന ഒരു മസ്ലഹത്ത് മാത്രമാണ്. അതുകൊണ്ട് അത് പരിഗണിക്കേണ്ടതില്ല. അത് കുറേ ഉണ്ടെങ്കിലും പരിഗണിക്കേണ്ടതില്ല. ഉറപ്പുള്ളതിനെ എപ്പോഴും മുന്തിക്കുക. ഒരു കാര്യം ഉറപ്പായിട്ട് സംഭവിക്കുമെങ്കിൽ അതിനാണ് പരിഗണിക്കേണ്ടത്. അത് സാധ്യതയുണ്ട് എന്നുള്ളതിനെ രണ്ടാമത്തേക്ക് മാറ്റുക എന്നാണ് പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 തത്വങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മർജൂവായ ഒരു മസ്ലഹത്തിന്, അഥവാ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു മസ്ലഹത്തിന് പ്രാധാന്യം കൊടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തി. ഉറപ്പുള്ള ഒരു മസ്ലഹത്തിനായിരുന്നു താങ്കൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അഥവാ ഈ അന്ധനായ സ്വഹാബിയായിരുന്നു താങ്കൾ പരിഗണിക്കേണ്ടത്. ഇവർ ഒരുപാട് ആളുകളുണ്ടൊക്കെ ശരിയാണ്, പക്ഷെ അവർ ഒരു സാധ്യതയുമില്ലാത്ത ധിക്കാരികളായ, അഹംഭാവികളായ, താന്തോന്നികളായ, ഇസ്തിഗ്നാ കാണിക്കുന്ന, സ്വയം പര്യാപ്തത കാണിക്കുന്ന ആളുകളാണ്, അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മനോഹരമായി തിരുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ഒന്നുകൂടി പറയുന്നു, വമാ അലൈക അല്ലാ യസ്സക്ക. ആ മക്കയിലുള്ള നേതാക്കൾ അവർ പരിശുദ്ധി പ്രാപിക്കാതിരുന്നാൽ താങ്കൾക്ക് എന്താണ്, താങ്കൾക്ക് എന്ത് കുറ്റമാണുള്ളത്? താങ്കൾക്കൊരു യാതൊരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടേണ്ടതില്ല. വലിയ വലിയ മുശ്രിക്കുകളായ ആളുകൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ, ധിക്കാരികളായ ആളുകൾ, ഇവർ ഇസ്ലാം സ്വീകരിച്ച് നമ്മൾ വലിയ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിന് വില കുറ്റമില്ല. ഇന്നമാ അൻത മുൻദിർ, തീർച്ചയായും നീ എന്താണ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവനാണ്. അങ്ങനെ എത്താത്തതിന്, അവർ ഇത്തരം ധിക്കാരികളായ ആളുകൾ അവർ ശ്രദ്ധിക്കാത്തതിന്, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തതിന് താങ്കൾക്ക് എന്ത് കുറ്റമാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. വമാ അലൈക അല്ലാ യസ്സക്ക. അവർ പരിശുദ്ധി പ്രാപിക്കാതിരുന്നാൽ താങ്കൾക്ക് എന്ത് കുറ്റമാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അവർ അകന്നുകൊള്ളട്ടെ, അകലാതിരിക്കട്ടെ, അത് താങ്കൾക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. താങ്കൾ അതുകൊണ്ട് അതിലേക്ക് തിരക്കിട്ട് വരേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന്റെ കാര്യം പറയുകയാണ്. വഅമ്മാ മൻ ജാഅക യസ്ആ, എന്നാൽ താങ്കളുടെ അടുക്കൽ യസ്ആ, ഓടി വന്നവനാകട്ടെ. യസ്ആ എന്ന് പറയുന്നത് വളരെയധികം ആഗ്രഹത്തോടു കൂടിയുള്ളൊരു പരിശ്രമത്തിനാണ് സഈ എന്ന് പറയുക. സഈ എന്ന് പറഞ്ഞാൽ നമ്മൾ സഈൽ വേഗത്തിലാണ് നടക്കുന്നത്, സാധാരണ അല്ല. സാധാരണ നടന്ന് മഷി എന്ന് പറയും, സാധാരണ നടത്തിന്. സഈ എന്ന് പറയുന്നത് ഒരു തിരക്കിട്ടിട്ടുള്ളൊരു നടത്തത്തിനാണ് പറയുക. എന്നാൽ അമ്മാ മൻ ജാഅക യസ്ആ, വളരെ തിരക്ക് പിടിച്ച് വളരെയധികം ആഗ്രഹത്തോടു കൂടി താങ്കളുടെ അടുക്കൽ വന്നവനാകട്ടെ, അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ആകട്ടെ, എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥിതി? വഹുവ യഖ്ഷ, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനസ്സുമായിട്ടാണ് അദ്ദേഹം ധൃതിയിൽ താങ്കളുടെ അടുക്കലേക്ക് ഓടി വന്നത് നബിയെ. ഫഅൻത അൻഹു തലഹ, പക്ഷേ താങ്കൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുകയാണല്ലോ ചെയ്തത്. താങ്കൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുകയാണല്ലോ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പണ്ഡിതന്മാരിവിടെ വളരെയധികം മറ്റൊരു ഖായിദ കൂടി പറയുന്നുണ്ട്. അൽ മുഖ്ബിലു അലൽ ഖൈരി ഖൈറും മിൻ അശ്റാഫി ദുനിയ. ഒരു ഖൈറിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അവനാണ് ദുനിയാവിലെ വലിയ പ്രധാനികളെക്കാൾ, വലിയ നേതാക്കന്മാരെക്കാൾ അവനെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ്. ഒരാൾ വളരെ ഖൈർ ഉദ്ദേശിച്ചു വരികയാണ്, ഒരു സ്ഥാനവുമില്ല, വളരെ വളരെ പരമദരിദ്രനാണ്, സാധുവാണ്, പക്ഷെ ദീൻ പഠിക്കാൻ, ദീനിൻ്റെ ആഗ്രഹത്തോടു കൂടി നമ്മുടെ അടുക്കലേക്ക് വന്നാൽ
നമ്മൾ അവനെയാണ് പരിഗണിക്കേണ്ടത്. അതല്ലാതെ വലിയ വലിയ നേതാക്കളെയും വലിയ വലിയ മുതലാളിമാരെയും അല്ല, അവരല്ല പരിഗണിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയാൻ, ഇവിടെ പല നാടുകളിൽ നിന്നും ദീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദരിദ്രരായ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ വരാറുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ അവരെയാണ് പരിഗണിക്കേണ്ടത്. ചിലപ്പോൾ നാട്ടിലുള്ള കുറേ പ്രമുഖരും നേതാക്കന്മാരൊക്കെ മജ്‌ലിസിൽ വന്ന് ഇരിക്കാനൊക്കെ താല്പര്യപ്പെടും. അവർക്ക് പ്രത്യേകിച്ച് വലിയ പഠിക്കേണ്ട ആഗ്രഹത്തിനൊന്നും വരുന്നതല്ല, മറിച്ച് വലിയൊരു പണ്ഡിതൻ്റെ അടുക്കൽ വന്ന് വെറുതെ ഇരുന്ന് വർത്താനം പറയുക എന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പൊങ്ങച്ചത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്ടത്തിലൊക്കെ വരുന്നവരായിരിക്കാം. പക്ഷെ അവരെക്കാളും പരിഗണിക്കേണ്ടത് വളരെ ദൂരത്തുനിന്നും ആവശ്യക്കാരനായി ദീൻ പഠിക്കുന്നതിന് വേണ്ടി വരുന്ന തുല്ലാബുൽ ഇൽം, ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാർത്ഥികൾ, അവരെ പ്രത്യേകം പരിഗണിക്കണമെന്നുള്ളത് ഇതിൽ നിന്നുള്ളൊരു പാഠമായി അദ്ദേഹം പറയുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുഅല്ലിമാണ്, പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് പരിഗണിക്കേണ്ടത് ഇത്തരം ദരിദ്രരായ ദീൻ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരെയാണ്. അതല്ലാതെ ദീനൊന്നും വലിയ വേണ്ടതില്ല, വേണമെന്നെങ്കിൽ മതി എന്ന രൂപത്തിലൊക്കെ ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകളല്ല കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇന്നഹ തദ്കിറ, കല്ല വേണ്ടതില്ല, ഇന്നഹ തദ്കിറ, തീർച്ചയായും ഇത്. എന്താണ് ഇത്? ഇന്നഹ എന്ന് പറഞ്ഞത് അത് ഖുർആനാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. തീർച്ചയായും ഇത് ഉത്ബോധനമാകുന്നു, ഇതൊരു ബോധനമാകുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ ഇത് എന്ന് പറയുന്നത് അത് രണ്ട് കാര്യം ഉൾക്കൊള്ളാം. ഒന്നുകിൽ ഈ സൂറത്തിൽ പറയുന്ന ഈ കാര്യം, ഈ സൂറത്ത് അബസ അവതരിപ്പിക്കുന്ന സമയത്താണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ സൂറത്താകാം. അതല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു മുഴുവൻ ഖുർആനും ഇതിൽ ഉൾക്കൊള്ളാം, മുഴുവൻ ഖുർആനും ഇതിൽ ഉൾക്കൊള്ളാം. അല്ലെങ്കിൽ ഈ ഒരു കഥ ഇതൊരു പാഠമാണ് എന്നുള്ള നിലക്കാണ്. കല്ല ഇന്നഹ തദ്കിറ, തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാകുന്നു. ഫമൻ ശാഅ ദക്കറ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ അവനത് ഓർത്തുകൊള്ളട്ടെ. ഫമൻ ശാഅ ദക്കറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകും. ചില മുഫസ്സിറുകൾ അങ്ങനെയാണ് പറഞ്ഞത്. ഫമൻ ശാഅ അല്ലാഹു ദക്കറഹു, ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകും. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും? അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അവരെ വഴികേടിലാക്കും. അങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാറുണ്ട്. യഹ്ദി മയ്യശാ വയുദില്ലു മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. യുദില്ലു മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? വളരെ എളുപ്പമുള്ളൊരു അർത്ഥമാണ്. മുഫസ്സിറുകൾ വളരെ കൃത്യമായി ചെറിയ രണ്ട് വാക്കുകൾ അതിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് മനോഹരമായി അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. യഹ്ദി മയ്യശാഉ ഫദ്ലൻ വയുദില്ലു മയ്യശാഉ അദ്ലൻ. യഹ്ദി മയ്യശാ, അല്ലാഹു ചിലരെ ഹിദായത്തിലാക്കുന്നത് ഫദ്ലൻ, അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്ന് പറയുന്നത്. കാരണം അല്ലാഹു അതിനൊരു കാരണമുണ്ടാകും. അവൻ്റെ കൽബ് അതിന് യോഗ്യനായ കൽബായിരിക്കും. അവൻ്റെ കൽബിന് ആ ഹിദായത്തുള്ള യോഗ്യതയുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീടെല്ലാം റബ്ബിൻ്റെ ഔദാര്യമാണ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ് ഹക്ക് അവൻ്റെ അടുക്കലേക്ക് എത്തിക്കുക, ഹക്കിന് അവന് താല്പര്യം തോന്നിക്കുക, അങ്ങനെ ഹക്കിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുക. എല്ലാം റബ്ബിൻ്റെ തൗഫീഖാണ്, റബ്ബിൻ്റെ ഔദാര്യം മാത്രമാണ്. ആർക്കും സ്വന്തമായി ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനോ ദീനിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനോ ഒന്നും ആർക്കും സാധിക്കുകയില്ല. പക്ഷേ ആ താല്പര്യം ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കാരണത്താൽ നമ്മളെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ആരെങ്കിലും അല്ലാഹു തആല വഴിപിഴപ്പിക്കുന്നുണ്ടെങ്കിലോ വയുദില്ലു മയ്യശാഉ, പണ്ഡിതന്മാർ പറഞ്ഞു അദ്ലൻ, അല്ലാഹുവിൻ്റെ നീതിയാണ് അവിടെ നടപ്പാകുകയുള്ളൂ. കാരണം ഒരാൾ വഴികേടിലാകുന്നെങ്കിൽ അയാൾ തന്നെ സ്വന്തം വഴികേടിലേക്ക് ആയതാണ്. ഹക്ക് മനസ്സിലായിട്ടും തെളിവുകൾ ചുറ്റും കണ്ടിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും ഖുർആനിലെ ആശയങ്ങൾ കേട്ടിട്ടും ദീനിനെ കുറിച്ച് മനസ്സിലായിട്ടും അതിലേക്ക് ചെവിക്കൊടുക്കാതെ അതിന് പ്രാധാന്യം നൽകാതെ കേവലം ദുനിയാവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നശ്വരമായ ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ ആഖിറത്തിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവനാണ് യഥാർത്ഥത്തിൽ എന്താകുന്നത്? വഴിപിഴക്കുന്നത്. അതാണ് അത് പണ്ഡിതന്മാർ പറഞ്ഞത് വയുദില്ലു മയ്യശാഉ അദ്ലൻ. അവിടെ അള്ളാഹുവിൻ്റെ നീതിയെ നടപ്പാകുകയുള്ളൂ. ഒരാൾ നരകത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. എന്നാൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. ഔദാര്യം കൊണ്ടല്ലാണ്ട് ഒരാൾക്ക് ഹിദായത്തിലെത്താനോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഫമൻ ശാഅ ദക്കറ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് ഓർത്തുകൊള്ളട്ടെ എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ ദക്കറഹു, അള്ളാഹു അവർക്ക് എന്തു കൊടുക്കും? അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കും എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ,
ആ കാര്യം ഖുർആനിനെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും ഇത് ബോധനമാകുന്നു എന്ന് ഖുർആനിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഖുർആനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഹിദായത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നീട് ആ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്, ഖുർആന്റെ പ്രത്യേകതയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ആ ഖുർആൻ എങ്ങനെയാണുള്ളത്? ആ ഖുർആൻ ഫി സുഹുഫിൻ മുക്കറമ, തീർച്ചയായും ആദരണീയമായ ചില ഏടുകളിലാണ് ഖുർആൻ ഉള്ളത്. ഫി സുഹുഫിൻ മുഖറമ, ആദരണീയമായ ചില ഏടുകളിലാണ് അതുള്ളത്. ഇവിടെ പറയുന്ന സുഹുഫ് എന്താണ്? ഖുർആൻ ഒരു ഏടിലാണുള്ളത് എന്ന് പറഞ്ഞത് എന്താണ്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അത് അൽ-ലൗഹുൽ മഹ്ഫൂദാണ്. കാരണം മുഴുവൻ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തആല ഖുർആനിൽ സംസാരിച്ചിട്ടുള്ള ഈ 30 ജുസ്ഉം ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് തന്നെ അത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകളോട് പറഞ്ഞിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഫി സുഹുഫിൻ മുഖറമ, ആദരണീയമായ ചില ഏടുകളിലാണ് എന്ന് പറഞ്ഞാൽ ഫിൽ ലൗഹുൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിലാണ് എന്ന് അത് ഉദ്ദേശിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു. വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൽ 1-ാം ആകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ലൈലത്തുൽ ഖദറിൽ അള്ളാഹു തആല മുഴുവൻ ഖുർആനും ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ട് എന്നാണ്. മുഴുവൻ ഖുർആനും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം അതിനെ അഥവാ ഖുർആനിനെ ഇറക്കിയത് ഫീ ലൈലത്തുൽ ഖദറാണ്. മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ചാണ് ഇറക്കിയിട്ടുള്ളത്. അത് മലക്കുകളുടെ കയ്യിൽ ഒരു ഏടായിട്ടുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും അവൻ സംസാരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുകയും ജിബ്രീൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുകയും ചെയ്ത് നീണ്ട 23 വർഷങ്ങളിലായിട്ട് അത് പൂർത്തിയാക്കി ഭൂമിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പം അതിനു മുമ്പ് അതുണ്ടായിരുന്ന ഏടിനെ കുറിച്ചാണ്, ഖുർആൻ ഉണ്ടായിരുന്ന ഒന്നായിട്ട് ഇറങ്ങി വന്നപ്പോൾ അതൊരു ഏടിലുണ്ടായിരുന്നു. ആ ഏടിനെ കുറിച്ചാണ് ഫി സുഹഫിൻ മുഖറമ എന്ന് പറഞ്ഞത് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. വേറെ ചിലർ പറഞ്ഞു ആകാശലോകത്ത് മലായിക്കത്തുകളുടെ കയ്യിൽ ഒരു ഏടുകളുണ്ട്. ആ ഏടുകളിൽ മുസ്ഹഫുണ്ട്, ഖുർആനുണ്ട്. ആ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നവരാണ്. ഭൂമിയിൽ മനുഷ്യർ പാരായണം ചെയ്യുന്നത് പോലെ ആകാശലോകത്ത് മലക്കുകൾ അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏട് ആകാശ ലോകത്ത് മലക്കുകളുടെ കയ്യിലുള്ള ഏടുകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു 4-ാമത്തെ അഭിപ്രായം, അവസാനത്തെ അഭിപ്രായം ഭൂമിയിലുള്ള നമ്മുടെ കയ്യിലൊക്കെയുള്ള മുസ്ഹഫുകളാണ് എന്നാണ്. അതിനെയാണ് ആദരണീയമായ ചില ഏടുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. മുസ്ഹഫിന് പ്രത്യേകമായ ചില ആദരവുകളുണ്ട്. അതിൻ്റെ ഭാഗമാണ് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ വുളു ആവശ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. അതുപോലെ തന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. മനുഷ്യൻ്റെ മറ്റ് വാക്കുകൾ പോലെയല്ല, നമ്മൾ പത്രങ്ങൾ പോലെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച മാസികകൾ പോലെയോ ലേഖനങ്ങൾ പോലെയോ അല്ല മുസ്ഹഫ്. എന്തുകൊണ്ടാണ് മുസ്ഹഫിന് നമ്മൾ പ്രത്യേക ആദരവ് കൊടുക്കുന്നത്? അല്ലേ, അതിനെ നമ്മൾ നിന്ദ്യമായ ഒരു അവസ്ഥയിലേക്കും വെക്കുകയില്ല. അതിൻ്റെ മുകളിൽ മറ്റൊരു ഗ്രന്ഥം പോലും നമ്മൾ കയറ്റി വെക്കുകയില്ല. അതിന് പ്രത്യേക ആദരണയും അതുപോലെ തന്നെ പരിഗണനയും നൽകുന്നുണ്ട്. കാരണം അത് സുഹഫുൻ മുഖറമ എന്നാണ് അള്ളാഹു താല പറഞ്ഞത്. ആദരണീയമായ ചില ഏടുകളിലാണ് എന്തുള്ളത്? ഖുർആൻ ഉള്ളത് എന്ന് അള്ളാഹു താല പറയുകയാണ്. പിന്നീട് പറയുന്നു മർഫൂഅത്തിൻ മുതഹറ, ഔന്നത്യം നൽകപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേക ഉന്നതി അതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളാണ് എന്നാണ് പറയുന്നത്. ബി ഐദി സഫറ, ചില സന്ദേശവാഹകരുടെ കൈകളിലാണതുള്ളത്. സഫറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളെ കുറിച്ചിട്ടാണ്. മലക്കുകൾ സന്ദേശവാഹകരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ഭൂമിയിലേക്ക് എത്തിക്കുന്നവരാണ് മലായിക്കത്തുകൾ. ആ മലക്കുകളുടെ കയ്യിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. കിറാമിൻ ബററ, ആ മലക്കുകളാകട്ടെ കിറാമാണ്, കരീമിൻ്റെ ബഹുവചനാണ്, മാന്യന്മാരാണ്. അതുപോലെ തന്നെ ബററ, പുണ്യവാന്മാരുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ശരീരഭാഗങ്ങൾ, ശരീരം, അതിൻ്റെ സൃഷ്ടിപ്പ് അത് അങ്ങേയറ്റം മാന്യമായതാണ്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അങ്ങേയറ്റം മാന്യമായതാണ്. ബററ എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരം സത്യസന്ധമായതാണ്. റബ്ബിനെ എപ്പോഴും അനുസരിക്കുന്ന ധാരാളം നന്മകൾ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അർത്ഥം. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വളരെ ബഹുമാനിച്ചും ആദരിച്ചും ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അത്രയും പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹു ഇതിൻ്റെ ഓരോ ആശയങ്ങളും വളരെയധികം പ്രാധാന്യത്തോടു കൂടി ബഹുമാനിച്ചുകൊണ്ട് ഇതിലൊരാൾക്കും കൈകടത്തലുകൾക്ക് നടത്താനുള്ള ഒരു അനുവാദവും നൽകാതെ, ഒരു അവസരവും നൽകാതെ, ആകാശ ലോകത്തു നിന്നും ഇത് കട്ടുകേൾക്കാൻ വരുന്ന പിശാചുക്കളെ
റാഞ്ചിയെടുക്കാൻ സമ്മതിക്കാതെ അവർ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് ഖുർആനിനെ അള്ളാഹു താല പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഖുർആനാണ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത് എന്നാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും സഹോദരങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊന്ന് പഠിക്കാനോ അതിൽ നിന്ന് മനസ്സിലാക്കാനോ ഒന്നും തയ്യാറാകാതെ, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അവനതിനെ നിഷേധിച്ചു കളയുകയാണ്. അതാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുതിലൽ ഇൻസാൻ മാ അക്ഫറഹു. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നാശമടയട്ടെ. ഖുതില എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊല്ലപ്പെട്ടു എന്നല്ല, മറിച്ച് ലുഇന, ശപിക്കപ്പെടട്ടെ എന്നാണ് അർത്ഥം. നാശമടയട്ടെ എന്നാണ് അർത്ഥം. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നാശമടയട്ടെ. മാ അക്ഫറഹു, മാ അക്ഫറഹു രണ്ടർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആ മാ എന്ന് പറയുന്നത് തഅജ്ജുബിൻ്റെയാണ്, അഥവാ അത്ഭുതത്തോടു കൂടി പറയുന്ന രീതിയാണ്. എത്ര കടുത്ത നിഷേധിയാണ് അവൻ, എങ്ങനെയാണ് അവൻ നിഷേധിക്കാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും, നമ്മളിവിടെയുള്ള ഓരോ കാഫിറിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഓരോ സത്യനിഷേധിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല ഹക്ക് സ്വീകരിക്കാനുള്ള എല്ലാ രൂപത്തിലുള്ള അതിനുള്ള തെളിവും അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും, കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കരുത് ഇവർക്കൊന്നും മനസ്സിലാവാനിട്ടാണ് സ്വീകരിക്കാത്തത്, ഇവർക്കൊന്നും തിരിയാനിട്ടാണ്, വളരെ സാധുക്കളാണ് എന്നൊന്നും ധരിക്കേണ്ടതില്ല. അള്ളാഹു താല പറയുന്നത് ഖുതില അൽ ഇൻസാൻ. അൽ ഇൻസാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അൽ ഇൻസാനു അൽ കാഫിർ, കാഫിറായ മനുഷ്യൻ നശിക്കട്ടെ. മാ അക്ഫറ, എത്ര വലിയ നിഷേധിയാണ് അവൻ. കാരണം എന്താണ്? അവൻ്റെ മനസ്സിൽ അള്ളാഹു താലയെ കുറിച്ചുള്ള ബോധ്യം അള്ളാഹു താല ജനിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിത്രത്ത് അവന് കേട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവൻ്റെ ഹൃദയം നൽകിയിട്ടുണ്ട്. അള്ളാഹു താല നോക്കൂ, ഖുർആൻ അതെല്ലാ സ്ഥലത്തും എത്തിച്ചു. ഇതെവിടെ മാത്രമാണ് ഇറങ്ങിയത്? മക്കയിലാണ് ഇറങ്ങിയത്, മദീനയിലാണ് ബാക്കി പൂർത്തിയാക്കിയത്. പക്ഷേ ലോകത്ത് മുഴുവൻ മനുഷ്യർക്ക് എത്തുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെത്തിക്കുകയുണ്ടായി. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഈ ഖുർആനിലുണ്ട്. പ്രാപഞ്ചികമായ ആയാത്തുകൾ അള്ളാഹു താല ഇവിടെ ബാക്കി വെച്ചു. ആകാശത്തെയും ഭൂമിയെയും രാപ്പകലുകൾ മാറുന്നതിനെയും ഇതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കണ്ടെത്താനുള്ള മാർഗങ്ങളായി നിശ്ചയിച്ചു. സ്വന്തം ശരീരഘടന പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാനുള്ള രൂപത്തിൽ അത് ബാക്കി വെച്ചു. മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, വെള്ളം അള്ളാഹു താല ഒഴുക്കി കൊടുത്തു. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇതെല്ലാം ഇതിലേതെങ്കിലും ഒന്ന് തന്നെ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മതിയായ കാരണമാണ്. എല്ലാ കാരണങ്ങളും അള്ളാഹു താല ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിഷേധിച്ചു. മാ അക്ഫറ, എത്ര വലിയ നിഷേധിയാണ് അവനെന്നാണ്. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് മാ അക്ഫറഹു, എങ്ങനെയാണ് അവനെ നിഷേധിയാക്കി മാറ്റിയത്? മാ അക്ഫറഹു, കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, അക്ഫറ എന്ന് പറഞ്ഞാൽ നിഷേധിയാക്കി. മാ അക്ഫറഹു, എന്താണ് അവനെ നിഷേധിയാക്കാനുള്ള കാരണം? ഇതെല്ലാ സൗകര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവനുണ്ടായിട്ടും എന്തുകൊണ്ട് അവന് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? വലിയ നിഷേധിയാണ്. ചില ആളുകൾ ധരിക്കും കാഫറുകളായ ആളുകൾ നരകത്തിൽ കത്തിയെരിയും എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവായിട്ടല്ലേ? ഒരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജനിക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ അവരോട് അങ്ങനെ തോന്നേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിറ്റ് അനീതി ഒരാളോടും കാണിക്കുകയില്ല. വമാ റബ്ബുക ബിദ്ദല്ലാമിൽ ലിൽ അബീദ്, അല്ലാഹു തആല അടിമകളോട് ഒരിറ്റ് ളുൽമ ചെയ്യുകയില്ല, അക്രമം ചെയ്യുകയില്ല. മുഴുവൻ ആളുകളും നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സഹോദരങ്ങളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഒരു അനീതിയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയില്ല. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? ദുനിയാവ്, അവൻ്റെ വാപ്പമാർ, അവൻ്റെ ഉപ്പാപ്പമാർ, അവൻ്റെ മതത്തിലുള്ള ആളുകൾ, ഇവരെല്ലാവരും ഇങ്ങനെയായിരുന്നു. കാരണവന്മാരൊക്കെ ഒരു ദീനിലാണ്. അതിൽ നിന്ന് വിട്ടുമാറി വരാൻ സാധിക്കുകയില്ല. അതിന് സാധിക്കുകയില്ല. അവൻ്റെ അഹങ്കാരം അതവനെ തടയുകയാണ്. അവൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം അവൻ തടയുകയാണ്. ഈ ദീനിലേക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരുപാട് ദേഹേച്ഛകളെ അറുത്തു കളയേണ്ടി വരും. ഇതെല്ലാം അവന് തടസ്സമായി നിൽക്കുകയും അങ്ങനെ ഈ ദീനിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കണം, അതിന് ന്യായങ്ങൾ പറയണം. അതുകൊണ്ട് ഈ ദീനിനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കണം. ഈ ദീൻ കൊണ്ടുവന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കണം. ഇതല്ലാതെ ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാനിട്ടല്ല. ഇത് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ, സത്യനിഷേധി നാശമടയട്ടെ, എത്ര കടുത്ത നിഷേധിയാണ് അവൻ എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും എണ്ണി പറയുകയാണ്. എന്തുകൊണ്ട് അവൻ എന്നിട്ടും നിഷേധിയായി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നും പറയുകയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു,
ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? ചിന്തിച്ചു നോക്കുക. എങ്ങനെയാണ് അവൻ സൃഷ്ടിച്ചത്? ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു. അള്ളാഹു താല അതിൻ്റെ ഉത്തരം പറഞ്ഞു. മിൻ നുത്ഫത്തിൻ, ഒരു നുത്ഫത്തിൽ നിന്നാണ്, ബീജഗണത്തിൽ നിന്നാണ്, മനിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായിട്ടുള്ളത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു, ഒരു ബീജത്തിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫഖദ്ദറഹു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ട കാര്യങ്ങളെല്ലാം, അവൻ്റെ ആയുസ്സും അതുപോലെ തന്നെ അവൻ്റെ റിസ്ക്കും, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തു. സഹോദരങ്ങളെ, ചിന്തിക്കണം. എങ്ങനെ മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഒരു 30-40 വയസ്സ് ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 40 വർഷത്തിന് മുമ്പ് അവനൊന്നും അല്ലാത്ത ഒരാളാണ്, പരാമർശിക്കപ്പെടാൻ ഒന്നുമില്ല. അതിനുശേഷം ആദ്യമായിട്ട് അവൻ ഉണ്ടാകുന്നത് ഒരു ബീജഗണമായിട്ടാണ്, ഒരു നുത്ഫയായിട്ടാണ് ഉണ്ടാകുന്നത്. ആ നുത്ഫ അത് വളരുന്നതാകട്ടെ ഒരു ഗർഭപാത്രത്തിലാണ്, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് അവൻ വളരുന്നത്. ആരാണ് അതിന് അവിടെ റൂഹ് നൽകിയത്? ഇവൻ സ്വന്തമായിട്ട് ജനിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവൻ ജനിച്ചതാണോ? സ്വന്തമായി എനിക്ക് ജീവൻ ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചപ്പോൾ ഇവന് ജീവൻ ഉണ്ടായതാണോ? അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വയറിനകത്ത് പോയി ഇട്ടുകൊടുത്തതാണോ? ഒന്നുമല്ല. ഒരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വളരെ ഘട്ടം ഘട്ടമായി ഇവനെ പടച്ചിട്ടുള്ളത്. ഒരു നുത്ഫയായി, ബീജഗണമായി, പിന്നീട് അത് രക്തപിണ്ഡമായി മാറി, പിന്നീട് അത് മാംസപിണ്ഡമായി മാറി, പിന്നീട് അതിനു ചുറ്റും എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു, വീണ്ടും അതിനു ചുറ്റും മാംസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതിഞ്ഞു. പിന്നീട് ഘട്ടം ഘട്ടങ്ങളായി അള്ളാഹു താല അവന് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഘട്ടം ഘട്ടങ്ങളായി അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പോറ്റി വളർത്തുകയായിരുന്നു. അപ്പോൾ എങ്ങനെ ചിന്തിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഇതൊക്കെ വെറുതെ ഉണ്ടായി. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ആരാണ് എനിക്ക് അവിടെ വെച്ച് ഉപജീവനം നൽകിയത്? അല്ല, ആ കുട്ടിക്ക് കൃത്യമായിട്ട് വേണ്ട എല്ലാ പോഷകങ്ങളും എല്ലാ കാര്യങ്ങളും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അവൻ ലഭിക്കുകയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പൊക്കിൾ കുടിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകാനുള്ള വളരെയധികം സംവിധാനം. എത്ര വലിയ, ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണത്. എങ്ങനെയാണ് വയറ്റിനകത്ത് ജനിച്ച ഈ ചെറിയ ബീജഗണം അത് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി ഇങ്ങനെ കൃത്യമായി വയറിനകത്തേ കൂടിയുള്ളൊരു പൊക്കിൾ കൂടി ബന്ധത്തിലൂടെ വേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു. അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ കുട്ടി മരിച്ചു പോകും. അതിന് പോഷകം കിട്ടുകയില്ല, അത് മരിച്ചു പോകും, വളരുകയില്ല. ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജീവനുണ്ട്. എങ്ങനെയാണ് ഈ ജീവൻ ഇങ്ങനെ നിലനിന്ന് അതിങ്ങനെ പടിപടിയായി വളർന്നത്? എങ്ങനെയാണ്? ഇതെല്ലാം വെറുതെയാണ് എന്നാണോ നിങ്ങൾ പറയാൻ തുനിയുന്നത്? അതല്ല, നിങ്ങൾ തന്നെ സ്വന്തമായി ചെയ്തു എന്നാണോ നിങ്ങൾ പറയാൻ തുനിയുന്നത്? അല്ലേ? ഇത് രണ്ടിലൊരു കാര്യം പറയേണ്ടി വരും. ഒന്നിക്ക് ഞാനാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആയി എന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരം പറയേണ്ടി വരും. അതല്ലെങ്കിൽ പരമമായ സത്യം അംഗീകരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ റബ്ബിനെ കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ അവൻ്റെ ചിന്ത അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതിന് ചിന്തിക്കാനുള്ള തയ്യാറെടുപ്പ് അവനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, സുമ്മ സബീല യസ്സറ, പിന്നീട് ഭൂമിയിലേക്കുള്ള മാർഗം അതവൻ എളുപ്പമാക്കുകയും ചെയ്തു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ പ്രസവിച്ചു വീഴുന്ന ആ രംഗത്തെക്കുറിച്ചാണ്. അതും വളരെ വലിയ അജീബായ അത്ഭുതം നൽകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വയറ്റിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വളർത്തുകയാണ്. ആ പുറത്തേക്ക് വരാനാകുന്ന സമയത്തു മാത്രമാണ് പുറത്തേക്ക് വരുന്ന ആ ദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തിൽ മാത്രമാണ്, അതിന് മുമ്പേക്ക് വരുന്നില്ല. ആ സമയമാകുമ്പോൾ, പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത്, ഭൂമിയിലേക്ക് വരേണ്ട സമയമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മാർഗം എളുപ്പമാക്കി നൽകുകയാണ്. വളരെ കുറഞ്ഞ ദ്വാരം മാത്രമുള്ളതിലൂടെ വലിയൊരു കുട്ടി അതിലേക്ക് പുറത്തേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ വലിയ കുദ്റത്താണ് സഹോദരങ്ങൾ അതിലുള്ളത്. ആ വരാനായിട്ട് അതിൻ്റെ കാലുകൾ അത് മുകളിലേക്ക് പോവുകയും തല താഴേക്കുമായി മാറി വരികയാണ്. അങ്ങനെ ആ തല അത് വളരെ കൃത്യമായി എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഘട്ടം ഘട്ടമായി? നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചു ഇനി തല പിടിച്ച് ഇനി താഴേക്ക് വരട്ടെ, ഇനി കൃത്യമായി പുറത്തേക്ക് വരട്ടെ എന്ന രൂപത്തിലേക്കല്ല അത് വരുന്നത്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം എളുപ്പമാക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് വളരെ കൃത്യമായി റബ്ബ് പറയുന്നു. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നീട് കാര്യം അള്ളാഹു ചുരുക്കി പറയുകയാണ് മനുഷ്യൻ്റെ അവസ്ഥ. സുമ്മ അമാതഹു, പിന്നീട് മനുഷ്യൻ ദുനിയാവിൽ മരിച്ചു പോകുകയാണ്. ഫഅഖ്ബറഹു, എന്നിട്ട് അവനെ മറമാടുകയാണ്. ആ മരിക്കുന്ന കാര്യം സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, വലിയ അത്ഭുതമായ കാര്യമാണ്. മരിക്കുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. മനുഷ്യന് യാതൊരു റോളുമില്ല. ജനിച്ച സമയത്തും ഒരു റോള് മനുഷ്യനുണ്ടായിട്ടില്ല. അവൻ ഉദ്ദേശിച്ച സമയത്തല്ല. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആരെങ്കിലുമൊക്കെ ചിന്തിച്ച് തയ്യാറാക്കി ഞാൻ ഇന്ന ദിവസം ജനിക്കണം എന്ന് പറഞ്ഞ് ജനിക്കുന്നതല്ല. അതേപോലെ തന്നെയാണ്
അവൻ്റെ ഡേറ്റ് ഓഫ് ഡെത്തും മരിക്കുന്ന ദിവസവും ആർക്കും അറിയില്ല. ഞാൻ ഇന്ന ദിവസം മരിക്കും, ഇന്ന ദിവസം മരിക്കണം എന്ന് ആർക്കും തീരുമാനിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സുമ്മ അമാതഹു, അവനെ മരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ മരിക്കുന്നതിൻ്റെ സമയത്ത് മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവൻ നിസ്സഹായനാണ്. എത്ര വലിയ രോഗങ്ങളൊക്കെ ചികിത്സിച്ച ഡോക്ടറാണെങ്കിലും അതേ രോഗം കൊണ്ട് ചിലപ്പോൾ അയാൾ മരിക്കും. എത്ര വലിയ രോഗങ്ങൾ ചികിത്സിച്ച ഡോക്ടറാണെങ്കിലും അതിൻ്റെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ഇയാൾക്കറിയാം. ഈ രോഗി അല്ല, ഇന്ന് ക്യാൻസർ പേഷ്യൻ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, അയാൾ മരിക്കാൻ പോകുന്ന പല അവസ്ഥകളുണ്ട്. ഈ രോഗിയെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാൽ ഈ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേ രോഗം ഈ ഡോക്ടർക്ക് വന്ന അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം മരിക്കാൻ ഉദ്ദേശിച്ച രോഗമാണെങ്കിൽ അള്ളാഹു മരിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അതല്ല, വലിയ പ്രമുഖനായ വ്യക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്, ലോകത്തെ എല്ലാവിധ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ എല്ലാവിധ കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ ഒത്തുകൂടിയാലും അവർക്ക് ഇയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. കൈയൊഴിയേണ്ടി വരികയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മരിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു താല ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ മരിപ്പിക്കും. അള്ളാഹു താല ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ മരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സുമ്മ അമാതഹു ഫഅഖ്ബറഹു എന്നാണ് ശേഷം പറയുന്നത്. മരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള വലിയൊരു ആദരവാണ് അവനെ ഖബറടക്കുക എന്നുള്ളത്. മറ്റ് ജീവികളെ പോലെ, ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് നാൽക്കാലികളെ പോലെ അല്ലെങ്കിൽ അതുപോലെ പറവകളെ പോലെ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ട് ചീഞ്ഞളിയുക എന്നുള്ള രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മനുഷ്യൻ അത് മറമാടേണ്ടത് എന്നുള്ളത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിലൊരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു കാക്ക വന്നുകൊണ്ട് അത് മറ്റൊരു കാക്കയെ അതിങ്ങനെ കുഴിച്ചിടുന്നത് കാണുകയും അങ്ങനെ ആദ്യമായി ഖബറടക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അങ്ങനെയാണ് ആദരിച്ചിട്ടുള്ളത്, ഖബറടക്കുകയാണ്. ആ മണ്ണിനടിയിൽ വെച്ച് വളരെ ആദരവോടുകൂടി നമ്മൾ മണ്ണിനടിയിൽ വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ചെറിയ പ്രാണികളും അതുപോലെ തന്നെ കീടങ്ങളും ഒക്കെ അതിനെ മണ്ണരിച്ചു കൊണ്ടുപോകുന്നത്. ആ കാഴ്ച മുകളിൽ വെച്ചല്ല നടക്കുന്നത്. മനുഷ്യനുള്ള ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നൽകി എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ എടുത്ത് പറയുകയാണ്. സുമ്മ അമാതഹു ഫഅഖ്ബറഹു എന്നാണ് പറയുന്നത്. സുമ്മ ഇദാ ശാഅ അൻശറഹു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ അവനെ അൻശറഹു, അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുക? ഇതൊരാൾക്കും അറിയാത്ത കാര്യമാണ്. കാരണം ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നുള്ള കാര്യം ആർക്കും അറിയാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എപ്രകാരമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശത്ത് നിന്നും മേഘം ഉരുണ്ടുകൊണ്ട് മഴ പെയ്യുന്നതാണ്. ആ മഴയുടെ രൂപം പറഞ്ഞിട്ടുണ്ട്, അത് മനുഷ്യന്റെ മനീനോട് സാദൃശ്യമുള്ള ഒരു മഴയായിരിക്കും. ആ മഴ പെയ്തതിനു ശേഷം ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഓരോ പ്രദേശത്തും അടക്കം ചെയ്യപ്പെട്ട മനുഷ്യർ അവർ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറുകയും അവർ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ, കല്ലാ, നിസ്സംശയം വേണ്ട, ലമ്മാ യഖ്ദി മാ അമറ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കൽപ്പിച്ച കാര്യം ലം യഖ്ദി, അവൻ ലമ്മാ യഖ്ദി, അവൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അവൻ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു, അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി കൽപ്പിച്ചു, പരലോകത്തെ കുറിച്ച് വിശ്വസിക്കാനും അതിനുവേണ്ടി പണിയെടുക്കാനും കൽപ്പിച്ചു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവനോട് കൽപ്പിച്ച കാര്യം അവൻ നിർവഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വിശദീകരണമായി പറഞ്ഞത്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളിൽ പലരും പറഞ്ഞ ഒരു വിവരക്കേടായിരുന്നു, മനുഷ്യൻ മരിച്ചതിന് ശേഷം പുനരുത്ഥാനം നടക്കുമെങ്കിൽ നമുക്ക് നേരത്തെ മരിച്ചുപോയ ഒരുപാട് നമ്മുടെ കാരണവന്മാരും അങ്ങനെയുള്ള ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ മരിച്ചു കൊണ്ടേ പോയിട്ട് അവരാരും പിന്നീട് എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നാണ് അവർ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതില്ല, അല്ലാഹുവിന്റെ ആ അമ്രു ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഓരോരുത്തരെയും മരിച്ചതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും അവരെ ജീവിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ചാണ് അവസാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചതിന് ശേഷമാണ്, ജനിക്കാനുള്ളവരൊക്കെ ജനിച്ച് എല്ലാവരും മരിച്ചതിന് ശേഷമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ബഅസ് ഉണ്ടാക്കുന്നത്, പുനരുത്ഥാനം ഉണ്ടാക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ റബ്ബിന്റെ കൽപ്പന ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞതിന്റെ താല്പര്യം
അതുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്തുകൊണ്ട് നന്ദി കെട്ടവനായി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് വീണ്ടും എടുത്തു പറയുകയാണ്. മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ഈ കാഫിറിനെ കുറിച്ച് സംബന്ധിച്ചിടത്താണെങ്കിൽ അവനത് ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണത്തെ കുറിച്ച് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ അരി ഉണ്ടാകുന്ന, ഗോതമ്പ് ഉണ്ടാകുന്ന, ഇതാരും മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ രാസപദാർത്ഥങ്ങൾ കൂട്ടി ഉണ്ടാക്കിയിട്ട് അവൻ ഉണ്ടാക്കുന്നവരുടെ കാര്യമാണ് ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ അരി, അതിൻ്റെ അകത്ത് നമ്മൾ അതിന്റെ പൊടിച്ചു നോക്കിയാൽ അതിൽ ഇന്നെത്ര അന്നജം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊക്കെ കൂട്ടി വെച്ച് മനുഷ്യനത് ഉണ്ടാക്കാൻ പറ്റും? മനുഷ്യനുണ്ടാക്കാൻ പറ്റും. ഈ അരി ഉണ്ടാക്കാൻ പറ്റില്ല, പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റില്ല. മനുഷ്യന് സൃഷ്ടിക്കുക എന്നുള്ള കാര്യം മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഇവിടെ നൽകുകയാണ്. അതുകൊണ്ട് ഈ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആരാണ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആ നൽകുന്ന രൂപം എങ്ങനെയാണ്? ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുക്കുന്നു. അല്ലെ, അങ്ങനെയാണ് ആദ്യം ഈ മുളക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ആരംഭത്തിൽ മഴ പെയ്യിപ്പിക്കുന്നു. പിന്നീട് നാം ഭൂമിയെ പുലർത്തുന്നു എന്നാണ്. ഇവിടെ വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ വിത്തുകൾ, ഒരു ചെറിയൊരു വിത്തിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ആ വിത്ത് ഭൂമിക്കടിയിൽ വെച്ചാണ് ആദ്യം മുളക്കുന്നത്. ഭൂമിയുടെ മുകളിൽ, ഭൂമിക്കടിയിൽ വെച്ചാണ് വെള്ളവുമായി കൂടി ചേർന്നിട്ട് അതിന് വേണ്ട വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തുകൊണ്ട് അത് മുളക്കാൻ ആരംഭിക്കും. ആ മുളക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമിയെ പിളർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ചിന്തിച്ചു നോക്കൂ, ഈ വിത്തിന് എങ്ങനെയാണ് ഈ ശക്തി കിട്ടിയത്? ശക്തമായ ഈ ഭൂമിയെ പിളർത്തി പുറത്തേക്ക് ഇങ്ങനെ മുളച്ചു പൊന്താൻ എങ്ങനെയാണ് ഈ വിത്തിന് ശക്തി കിട്ടിയത്? ഈ വിത്തിൻ്റെ ശക്തി എന്തായിരുന്നു? ആദ്യം ഈ വിത്തിൽ ഒരെണ്ണം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് അമർത്തി കഴിഞ്ഞാൽ അത് അമർന്നില്ലാതായി പോവും. അത്രയും ശക്തിയില്ലാത്തൊരു സാധനമാണ് ഈ വിത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ശക്തിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ആയിരുന്നു വിത്ത്, അല്ല, ജീവനില്ലാത്തൊരു വസ്തു. നമ്മൾ കൈ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ വിത്ത് അങ്ങ് ഇല്ലാതായി പോവും. അങ്ങനെയുള്ളൊരു വിത്ത് വെള്ളവുമായി ചേർന്നിട്ട് മുളച്ചിട്ട് ഭൂമിയെ പിളർത്തിക്കൊണ്ട് അത് പുറത്തേക്ക് വരികയാണ്. ആരാണ് ഇത് പിളർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തുമ്മ ശഖഖനൽ അർള ശഖ, പിന്നീട് നാം ഭൂമിയെ പിളർത്തി. മനുഷ്യന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും ചിന്തിക്കില്ല. അതൊക്കെ അങ്ങനെ വളരുന്നുണ്ട്, പാടത്ത് വളരുന്നുണ്ട്, കൃഷിക്കാരുണ്ടാക്കി അങ്ങനെ വളരുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും മനുഷ്യൻ്റെ ഉത്തരം. അതെങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് ഈ നിർജീവ വസ്തു ഇങ്ങനെ പിളർന്നുകൊണ്ട് ഭൂമിയെ പിളർത്തി മുകളിലേക്ക് എത്തി ഇത്ര വലിയ മരമായി മാറിയത്? ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുകയില്ല. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഫഅംബത്നാ ഫീഹാ ഹബ്ബ, എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു. ധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു. ഒരുപാട് റബ്ബിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച്, അവൻ നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. വഇനബൻ വ ഖദ്ബ, ഇനബൻ നമുക്കറിയുന്നതാണ്, മുന്തിരിയാണ്. അതുപോലെ തന്നെ ഖദ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും വളരുന്ന രൂപത്തിലുള്ള ചെടിക്കാണ്, പച്ചക്കറികൾക്കാണ് പറയുക. നമ്മൾ പച്ചക്കറികൾ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ വളരുന്ന രൂപത്തിലുള്ള കാര്യമുണ്ട്, അതിനാണ് ഖദ്ബ് എന്ന് പറയുക. അപ്പോൾ മുന്തിരിയും പച്ചക്കറികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയില്ലേ. വസൈതൂനൻ വനഖ്ല, അതുപോലെ തന്നെ സൈത്തൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഒലീവ് നൽകി. വനഖ്ല, ഈന്തപ്പനയും നൽകി. സൈത്തൂനെയും നഖലിനെയും ഒരുമിച്ചാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വേസ്റ്റായി കളയാനൊന്നുമില്ല, എടുത്തെറിയാൻ വേണ്ട ഒഴിവാക്കേണ്ടതായ ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാം ഉപകാരമുള്ള കാര്യമാണ്. സൈത്തൂനും അതുപോലെ തന്നെ നഖലും, ഈന്തപ്പഴം, ഇതിനെല്ലാം ഉപകാരമുള്ള കാര്യമാണ് ഇതിൽ മുഴുവൻ ഉള്ളത്. വളരെ ബറക്കത്തുള്ള രണ്ട് കാര്യമാണ്. വഹദായിക ഗുൽബ, അല്ലാഹു തആല പറയുന്നു, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി. വ ഫാകിഹതൻ വ അബ്ബ, അതുപോലെ തന്നെ ഫാകിഹത്തുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നൽകി. വ അബ്ബ, അബ്ബ എന്ന് പറഞ്ഞാൽ കാലികൾക്കുള്ള പുല്ല്, അല്ലെ, കാലികൾക്കുള്ള പുല്ല് വളരെ അത്യാവശ്യമാണ്. കാലികൾക്ക് അവർക്ക് വേണ്ട കഴിക്കാനുള്ള പുല്ലുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ കാലികൾ നന്നായി വളരുകയില്ല. അല്ലാഹു തആല പറയുന്നു, മതാഅൻ ലക്കും വലി അൻആമിക്കും, ഇതെല്ലാം മതാഅൻ, നിങ്ങൾക്കുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള അനുഗ്രഹമായിട്ട് നൽകിയതാണ്. മതാഅൻ ലക്കും വലി അൻആമിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കന്നുകാലികൾക്കുള്ള ഉപയോഗത്തിനും വേണ്ടി. ഇനി ആ കന്നുകാലികളെയോ, അത് നമുക്കുള്ള ഉപയോഗം തന്നെയാണ്. കന്നുകാലികൾ അത് വളർന്നു വലുതായിട്ട് അതിന് വേറെന്തെങ്കിലുമൊക്കെ സ്വന്തമായ നേട്ടങ്ങളൊന്നുമില്ല, അത് മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. മതാഅൻ ലക്കും വലി അൻആമിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഭീകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. ഫഇദാ ജാഅത്തിസ് സാഖ,
യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. അല്ലാഹു തആല പറയുന്നു ഫഇദാ ജാഅത്തിസ് സാഖ ഫഇദാ ജാഅത് വന്നാൽ, അസാഖ വന്നാൽ. എന്താണ് അസാഖ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ചെകിടിപ്പിക്കുന്ന ശബ്ദം, നമ്മുടെ ചെവിക്ക് വല്ലാത്ത പ്രയാസം നൽകുന്ന രൂപത്തിലുള്ള വലിയൊരു ശബ്ദം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഹളത്തിലുള്ള ഊത്താണ്. അഥവാ ഖിയാമത്ത് നാളിൻ്റെ സംഭവ വികാസങ്ങളിലെ ചില കാര്യങ്ങൾ പറയുകയാണ്. കാഹളത്തിലുള്ള ഊത്ത്, മനുഷ്യരെല്ലാവരും ആ വലിയ ചെകിടടിപ്പിക്കുന്ന ശബ്ദം കേൾക്കുന്ന ആ രംഗം വന്നാൽ, അഥവാ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ ഫഇദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീ, അതായത് ഓരോ മനുഷ്യൻ തൻ്റെ ഉറ്റ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്നതാണ്. വ ഉമ്മിഹി വ അബീഹി, തൻ്റെ ഉമ്മയെയും തൻ്റെ ഉപ്പയെയും വിട്ട് അവൻ ഓടിപ്പോകും. വ സാഹിബതിഹി വ ബനി, അവൻ തൻ്റെ ഭാര്യയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ദുനിയാവിൽ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടായാൽ, വീട് പൊളിഞ്ഞു പോകാൻ നിന്നാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ചിട്ടാണ്. അതിൻ്റെ മക്കളോടെ, ഭാര്യ എവിടെ, ഉമ്മയോടെ, ഉപ്പയോടെ, എല്ലാവരും പരസ്പരം അന്വേഷിച്ച് എല്ലാവരും സേഫാണെന്ന് ഉറപ്പുവരുത്തി എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒരുമിച്ച് പരസ്പരം അന്വേഷിക്കുന്ന രംഗമാണ് നമ്മൾ ദുനിയാവിൽ കാണാറുള്ളത്. എന്നാൽ പലരും ആഖിറത്തിലേക്ക് എത്തുന്ന സമയത്ത്, അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് ആരും ആരുടെ കാര്യവും ശ്രദ്ധിക്കുകയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ആയത്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എല്ലാം ശരിയായ അഭിപ്രായങ്ങളാണ്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഭയമാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവനും അപ്പം ബോധ്യപ്പെടും. അപ്പം ബോധ്യപ്പെടാത്ത ഒരാളും ലോകത്തുണ്ടാവുകയില്ല. കാരണം ഖിയാമത്ത് നാൾ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. എല്ലാം കൂടി പൊളിഞ്ഞു വീഴാണ്. ഒന്നും അവനൊരാൾക്കും രക്ഷയില്ലാന്ന് മനസ്സിലാകും. ആ സമയത്ത് അവനറിയാൻ സാധിക്കും അവൻ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ തിന്മകളുണ്ട്. അവൻ്റെ ഭാര്യ അറിയാത്ത, മക്കളറിയാത്ത, ഉമ്മയും ഉപ്പയും അറിയാത്ത തിന്മകളുണ്ട്. ഈ തിന്മകളെല്ലാം വിചാരണ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ ഞാൻ വഷളായി പോകുമല്ലോ എന്നുള്ള ഭയത്താൽ ഇവരെ കാണുമ്പോഴെല്ലാം ഇവൻ ഓടി അകലുകയാണ്. ആരും സ്വന്തം കുടുംബക്കാരുടെ അടുത്ത് നിൽക്കുകയില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരു അഭിപ്രായമാണ്, തൻ്റെ കുടുംബക്കാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ എന്നോട് ചോദിക്കുമോ, ഞാൻ ചെയ്ത നന്മകളൊക്കെ എന്നോട് ചോദിക്കുമോ, എനിക്കൊരാൾക്കും ഒരു നന്മയും കൊടുക്കാൻ സാധിക്കുകയില്ല, എനിക്ക് തന്നെ നന്മകൾ ആവശ്യമാണ് എന്ന പേടിയിൽ അവർ കുടുംബക്കാരെ പോലും കൊടുക്കാൻ നോക്കാതെ ഓടി അകലുകയാണ്. വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ചില കുടുംബക്കാരെ സ്വന്തമായിരിക്കും, താനായിരിക്കും തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പല രൂപത്തിലുള്ള തിന്മകളും പഠിപ്പിച്ചു കൊടുത്തത്, പല തിന്മകൾക്കും അവസരമൊരുക്കി കൊടുത്തത് കുടുംബത്തിൻ്റെ ചിലപ്പോൾ ഗൃഹനാഥനായിരിക്കും. പണ്ഡിതന്മാർ പറയുന്നു, ചിലപ്പോൾ ചില വാപ്പയായിരിക്കും ആ വീട്ടിൽ ഒരുപാട് ഹറാമുകൾ ഉണ്ടാകാനുള്ള കാരണം വാപ്പയായിരിക്കും. കാരണം ഇയാളാണ് ആ ഹറാമുകൾ അവിടെ കൊണ്ടുവരുന്നത്. ഇയാളെ കണ്ടിട്ടാണ് ഭാര്യ അങ്ങനെ ആയിപ്പോയത്, ഇയാളെ കണ്ടിട്ടാണ് മക്കളൊക്കെ അങ്ങനെ ആയിപ്പോയത്. അന്നേ ദിവസം അയാൾക്ക് ശരിക്ക് ഹക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അയാൾക്ക് പേടിയാവും, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇപ്പം എൻ്റെ തലയിൽ വരികയല്ലോ. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫ്ളുല്ലാ അദ്ദേഹം പറയാണ്, ചില മാതാപിതാക്കൾ അവരല്ലാഹു ഹിദായത്തിലാക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പറയാണ്, ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കളോട് പറയും, മക്കളൊന്ന് താടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ നീ താടി വടിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല, താടി വളച്ചിട്ട് നിന്നെ ഈ വീട്ടിൽ കയറ്റുന്ന പരിപാടിയിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ദീനിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ പകർത്തിയാൽ അവരെ ആട്ടി അകറ്റുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾ മക്കളെ തിന്മയിലേക്ക് നയിച്ചവർ, ഭാര്യയെ തിന്മയിലേക്ക് നയിച്ചവർ, കുടുംബത്തിൻ്റെ കാര്യ തിന്മയിലേക്ക് നയിച്ചവർ, അവൻ കാരണത്താൽ കുടുംബം തിന്മയിലേക്ക് പോയ ആളുകളുണ്ടാകും. ഇവരെല്ലാവരും ഭയപ്പെടുന്ന ദിവസമാണത്. കാരണം ഇവരിപ്പോൾ എന്നോട് ചോദിക്കാൻ വരും, ഭാര്യ എന്നോട് ചോദിക്കാൻ വരും, മക്കളിപ്പോൾ എന്നോട് ചോദിക്കാൻ വരും, നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ ദുനിയാവിൽ അവരെല്ലാവരും തിന്മയിൽ സന്തോഷത്തോടു കൂടി ഒരുമിക്കുകയാണ്. പക്ഷെ ആഖിറത്തിൽ അങ്ങനെ ആയിരിക്കുകയില്ല. ആഖിറത്തിൽ അങ്ങനെ ആയിരിക്കുകയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, നിങ്ങളെ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങളാണെന്ന് അങ്ങനെ തുടങ്ങി വെച്ചത്, നിങ്ങളാണ് ഈ രൂപത്തിൽ നമ്മളാക്കിയത് എന്ന് എല്ലാവരും പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥയായിരിക്കും ആഖിറത്തിൽ ഉണ്ടാവുക. ആ പഴിചാരൽ കേൾക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപ്പയെയും ഉമ്മയെയും ഏറ്റവും അടുത്ത സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലിക്കുല്ലിംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി, അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാവുന്നത്ര വിഷയം അന്നുണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവൻ്റെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കാര്യം തന്നെ ഓരോരുത്തർക്കും ചിന്തിക്കാനുണ്ടാകും. ആർക്കും തൻ്റെ മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല. ആർക്കും തൻ്റെ ഭാര്യയെ നോക്കാനുള്ള, മക്കളെ നോക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല. ഓരോരുത്തർക്കും തൻ്റെതായ കാര്യം കൊണ്ട് തന്നെ അവർ നെട്ടോട്ടമോടുകയാണ്. ഈ ഓട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർക്കാർക്കും തന്നെ വസ്ത്രം പോലും ഉണ്ടാവുകയില്ല, നഗ്നപാതരായിരിക്കും, നഗ്നരായിരിക്കും. ഇത് പറയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റിജാലു വൻ നിസാഉ യാ റസൂലല്ലാഹ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ, അതോ അവരൊക്കെ പരസ്പരം നോക്കുകയില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അവസ്ഥ അങ്ങനെയുള്ളൊരവസ്ഥയല്ല. ഈ പറയുന്നത് പോലെ ലിക്കുല്ലിംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി,
ഓരോരുത്തർക്കും അവൻ്റെ കാര്യം ബേജാറായിട്ട് ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന കാര്യം ചിന്തിക്കാൻ പോലും നേരമില്ല. എത്ര വലിയ കാര്യമായിരിക്കും അത്. തൻ്റെ ഭാര്യ വസ്ത്രം ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപ്പുറത്തുള്ള സ്ത്രീകളൊന്നും വസ്ത്രം ധരിച്ച് അതിലേക്കൊന്ന് നോക്കുക എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര ഭയപ്പാട് മനസ്സിലുണ്ടാകും. ഒരാൾക്ക് അങ്ങനെ ഒരു ചിന്ത അവിടെ വരുന്നതേ അല്ല. ആ രൂപത്തിൽ മനുഷ്യൻ ബേജാറാകുന്നൊരു ദിവസമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ ദിവസത്തിൽ 2 രൂപത്തിൽ ആളുകൾ ഉണ്ടാകുമെന്നാണ്. എല്ലാവരും ഭയപ്പാടോടുകൂടിയല്ല. വുജൂഹു യൗമ ഇദി മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ള മുഖങ്ങളായിരിക്കും. നന്മകൾ ചെയ്തു കൂട്ടിയ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ അവർക്ക് പ്രസന്നമായ മുഖങ്ങളായിരിക്കും. ലാഹിഖത്തുൻ മുസ്തബിഷിറ, അവർ ചിരിക്കുന്നവയും അതുപോലെ തന്നെ സന്തോഷം കൊള്ളുന്നവയായിരിക്കും. കാരണം അവർക്ക് മലായിക്കത്തുകൾ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടേയിരിക്കും. അവർ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത്, ഖബറിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മലക്കുകൾ ഇവർക്ക് സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. ഇതിനേക്കാൾ ഉന്നതമായ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിചാരണയാണ് വരാൻ പോകുന്നത്, ഞാൻ സിറാത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകേണ്ടവനാണ്, ഞാനിതാ എന്നെ കാത്തു നിൽക്കുന്ന സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ചിരിയായിരിക്കും, സന്തോഷമായിരിക്കും, പ്രസന്നമായിരിക്കും അവർക്കുണ്ടാകുക. ഇതൊരു ഭാഗത്ത് മുഅ്മിനീങ്ങൾ ആ രൂപത്തിലുണ്ടാകും. എന്നാൽ വുജൂഹു യൗമ ഇദിൻ അലൈഹാ ഗബറ, വേറെ ചില മുഖങ്ങളാകട്ടെ അന്ന് പൊടി പുരണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ തിന്മകളാലുള്ള പൊടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവരുടെ തിന്മകൾ കൊണ്ടുള്ള പൊടിയാണ്, തിന്മകൾ കൊണ്ടുള്ള ആവരണം ചെയ്തിരിക്കുകയാണ്, നിന്ദതയുടെ പൊടിയാണ് അവൻ്റെ മുഖത്തെ പൂണ്ടിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു, അന്ന് നമ്മൾ സൂറത്തു നബയിൽ കേട്ടതുപോലെ യാ ലൈതനി കുൻതു തുറാബ എന്ന് പറഞ്ഞു. അവിടെ മൃഗങ്ങളെല്ലാം പരസ്പരം പ്രതിക്രിയകൾ നടത്തിയിട്ട് എല്ലാത്തിനും മണ്ണാക്കുമ്പോൾ ആ മണ്ണിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് പാറി വരുന്ന പൊടിയാണ് എന്നുമൊക്കെ അഭിപ്രായം കാണാൻ സാധിക്കും. തർഹഖുഹ ഖതറ, അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. തർഹഖുഹ ഖതറ, കൂരിരുട്ട് പോലെ അവൻ്റെ മുഖത്ത് ഈ പൊടി കൊണ്ട് മൂടിയിരിക്കും. അഥവാ അവൻ്റെ തിന്മകൾ കാരണത്താൽ ആ രൂപത്തിൽ അവൻ എത്തിയിരിക്കും. അല്ലാഹു തആല പറയുന്നു, ആർക്കാണ് ഈ സംഭവിക്കുന്നത്? ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അക്കൂട്ടരാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂലിനെയും ഈ ദീനിനെയും നിഷേധിച്ച അൽ കഫറ. അവർ ആരാണ്? അൽ ഫജറ, ഫാജിറുകളാണ്, തെമ്മാടികളാണ് എന്നാണ്. തെമ്മാടികൾ എന്ന് പറഞ്ഞാൽ ദീനിനെ കളവാക്കുന്ന ആളുകൾ തെമ്മാടികളാണ്. ദീനിനെ കളവാക്കുന്ന ആളുകൾ തെമ്മാടികളാണ്. മഅസിയത്ത് ചെയ്യുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ തെമ്മാടികളാണ്. തൗഹീദിൽ നിന്നും ഷിർക്കിലേക്ക് ചാഞ്ഞു പോകുന്ന ആളുകൾ തെമ്മാടികളാണ്. ഹനീഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ എതിർവചനമായി, വിരുദ്ധ വാക്കായിട്ട് ഈ പറയുന്ന ഫാജിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ. ഹനീഫ് എന്ന് പറയുന്ന ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ്. ഷിർക്കിൻ്റെ ഒരു അംശം ഉണ്ടാവില്ല. ഫാജിർ എന്ന് പറയുന്നത് തൗഹീദിൽ നിന്നും ഷിർക്കിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണ്. അവർ നിഷേധികളും അധർമ്മകാരികളുമാണ്, അവർക്കാണ് ഈ സ്ഥിതി ഉണ്ടാകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ വിശദീകരിക്കപ്പെടുന്ന ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഈ അധ്യാപനങ്ങൾ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാനും നമ്മുടെ ഹൃദയങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.